प्यारे बच्चे, नमस्ते। आप कैसे हो? ठीक है ना? पिछले कक्षा में क्या पढ़ा बताइए। पिछले कक्षा में एक कविता पढ़ा। कविता का नाम क्या है? बोलिए कविता का नाम। सुख दुख। ले सुख दुख कविता। सुख दुख कविता का कवि कौन है? सुमित्रानंद पंत। ले सुख दुख का कवि सुमित्रानंद पंत। ले നമ്മൾ എത്ര ആൻസർ പറഞ്ഞു? 3 പറഞ്ഞു അല്ലേ? ओके, लास्ट आंसर എന്താണ്? जग पीड़ित है। ले जग का मतलब क्या था? जग जग वर्ल्ड ले गेम मिजावनी का मतलब बताइए। गेम मिजावनी आइडेंटिटी ले कंडुपत्तिകൾ। ओके, जग पीड़ित है अति दुख से। ले जग पीड़ित है जग ലോകം ले വേൾഡ് जग पीड़ित है अति दुख से। ലോകം എന്ത് ചെയ്യുന്നു? പീഡിതമാണ് വ്യാകുലപ്പെടുക അല്ലെ, ദുഃഖിക്കുന്ന എന്ത് ചെയ്യുന്നു? അതിദുഃഖ അല്ലെ അതീവ ദുഃഖത്താൽ എന്ത് ചെയ്യുന്നു? പീഡിതമാകുന്നു. ജഗ് പീഡിതരെ അതിസുഖസ. ലോകം തന്നെ എന്ത് ചെയ്യുന്നു? അതി പീഡിതരെ അല്ലെ പീഡിതമാകപ്പെടുന്നു. എന്ത് ചെയ്യുന്നു? അതിദുഃഖസ അല്ലെ വ്യാകുലപ്പെടുന്നു ദുഃഖത്താലും. മാനവ ജഗ്മേ ബാൺ ജാവേ. മാനവ ജഗ്മേ ലോക दुनिया के मानव ले मानव मनुष्य लोग ले मानव ലഭിക്കുക ബാൺ ജാതി ഹെ. ബാണ്ടിനെ വീതിക്കുക, ഷെയർ ചെയ്യുക അല്ലേ ആണ് ഉദ്ദേശിക്കുന്നത്. ദുഃഖ് സുഖ് സെ ഔ സുഖ് ദുഃഖ് സെ. ഔ का मतलब औ एंड का मीनिंग ले. ओके, दुख सुख से और सुख दुख से. सुख दुख सुख से और सुख दुख से बढ़ जाती है. ओके, അതുവരെയാണ് നമ്മൾ പറഞ്ഞല്ലേ. നെക്സ്റ്റ് ലെക്ചർ നോക്ക്. अविरत दुख है उत्पीड़न, अविरत सुख भी उत्पीड़न. दुख सुख की निशा दिवा में सोता जागता जग जीवन. एक बार देखिए, अविरत दुख है उत्पीड़न, अविरत सुख भी उत्पीड़न. दुख सुख की निशा दिवा में सोता जागता जग जीवन. आप उस समय देखिए, अविरत दुख है उत्पीड़न. अविरत का मतलब क्या था? अविरत कंटिन्यूस. अविरत का मतलब कंटिन्यूस ले തുടർച്ചയായിട്ട്, कंटिन्यूस ആയിട്ട് തുടർച്ചയായിട്ട്. अविरत दुख भी उत्पीड़न ले अविरत दुख भी उत्पीड़न ले. उत्पीड़न का मतलब पेन ले വേദന എന്നൊക്കെയുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. अविरत दुख भी उत्पीड़न. अविरत ले कंटिन्यूस ആയിട്ടുള്ള हमारा जीवन में अविरत के समान दुख होते तो बहुत अधिक प्रयास होता है. നമ്മുടെ ജീവിതത്തിൽ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ദുഃഖം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് വളരെയധികം എന്താണ് വേദനാജനകമാണല്ലേ. അതാണ് ഉത്പീഡനം ഉദ്ദേശിക്കുന്നത്. അവിരത് സുഖബി ഉത്പീഡൻ. അവിരത് സുഖബി ഉത്പീഡൻ. അവിരത് അല്ലേ കണ്ടിന്യൂസ് ആയിട്ടുള്ള സുഖബി അല്ലേ സുഖവും എന്താണ് ഉത്പീഡൻ അല്ലേ. ഉത്പീഡനം होता है. സുഖവും എന്താണ് വളരെയധികം ഉത്പീഡനമാകുന്നു അല്ലേ, വളരെയധികം വേദനാജനകമാകുന്നു സുഖവും. ദുഃഖ സുഖ की निशा दिवा में. दुख सुख की निशा दिवा में सोता जगता जग जीवन. दुख सुख की निशा दिवा में दुख सुख की दुखവും സുഖവും എന്താണ് निशा दिवा में. निशा का मतलब क्या है? निशा नाइट, दिवा ഡേ അല്ലേ, ഡേ നൈറ്റ് ഇല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. സുഖി രാത്രിയും പകലും പോലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദുഃഖ സുഖി നിശാ ദിവാമേ. ദുഃഖവും സുഖവും എന്താണ് രാത്രിയും പകലും പോലെയാണ് അല്ലേ. ഇസി പ്രകാരം एक बदलता है അല്ലേ, രാത്രി ദിൻ ബദൽത്താ രഹാ ഹൈ. എന്നും രാത്രിയായാലും എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ എന്നും പകലും വെളിച്ചമാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് हमारा जीवन में दुख हमारे जीवन में सुख और दुख सम्मिश्र होता है. സുഖവും ദുഃഖവും എന്താണ് രാത്രി और दिन के समान होता है. രാത്രിയും പകലും പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്വത ജാഗ്ത ജഗ ജീവൻ. സ്വത का സ്ലീപ്പിംഗ് ഉറങ്ങുക അല്ലെ, ജാഗ്ത വൈക്കപ്പ് ഉണരുക. സ്വത ജാഗ്ത ജഗ് ജീവൻ അല്ലെ, ജഗ് ജീവൻ ജഗ് വേൾഡ് അല്ലെ. സ്വത ജാഗ്ത ജഗ് ജീവൻ. സ്വത അല്ലെ ഉറങ്ങുന്നത് പോലെ, ജാഗ്ത ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് പോലെയാണ് ജീവിതത്തിലെ സുഖവും ദുഃഖവും. മാറി മറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ സുഖവും ദുഃഖവും നിൽക്കും എന്നാണ് പറയുന്നത് അല്ലെ. ദുഃഖ സുഖി നിശാ ദിവാമേ സ്വത ജാഗ്ത ജഗ് ജീവൻ. दुख सुख की निशा दिवा में. सुखവും ദുഃഖവും എന്താണ് നിശാ ദിവാ में. निशा का मतलब क्या है? निशा नाइट അല്ലേ, നൈറ്റ്. ദിവ ഡേ, ഡേ നൈറ്റ് പോലെയാണ്. അതുപോലെ തന്നെ സ്വത ജഗ്ത ജഗ് ജീവൻ. സോന ഉറങ്ങുക, ജാഗ്ന വേക്കപ്പ് ഉണരുക എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓക്കെ, ആ വരികളുടെ മീനിങ് ഒന്നും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുതരാം.
അവിരത് ദുഃഖ ഉത്പീഡൻ അല്ലെ, അവിരത് ദുഃഖ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദുഃഖം എന്നാണ് വളരെയധികം വേദനാജനകമാകുന്നു. അവിരത് സുഖബി ഉത്പീഡൻ, അവിരത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സുഖവും എന്താണ് ഉത്പീഡൻ അല്ലെ, ഉത്പീഡനമാകുന്നു, പീഡനമാകുന്നു. സുഖ ദുഃഖിക്ക് നിശാദിവാമെ, സുഖ ദുഃഖങ്ങൾ എന്താണ് നിശാദിവാമെ, ഡേ നൈറ്റിയെ പോലെയാണ് സുഖവും ദുഃഖവും. സ്വത്ത ചത്ത ജഗജീവൻ, ലോകത്തിൻ്റെ തന്നെ എന്താണ് ഉണരലും ഉറങ്ങലുമാകുന്നു അല്ലേ. സ്വത്ത ചത്ത ജഗജീവൻ, ജഗ मतलब വേൾഡ് ലോകം അല്ലേ, जगजीवन के समान होता है, समझे है ना। ओके नेक्स्ट लाइन देखो, यह सांझ उषा का आंगन आलिंगन विरह मिलन का चिर अश्रुमय आनंद रे इस मानव जीवन का। ओके और उसको देखो, यह सांझ उषा का आंगन आलिंगन विरह मिलन का चिर अश्रुमय आनंद है इस मानव जीवन का। देखिए यह सांझ उषा का आंगन, सांझ का मतलब क्या था, सांझ ഈവനിങ് അല്ലേ, सांझ का मतलब ഈവനിങ്. ഉഷ മോർണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, ഉഷ മോർണിംഗ് പ്രഭാതം ഉള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. उषा का आंगन में, आंगन का मतलब आंगन, हमारा घर के सामने एक विशाल आंगन है, आंगन बताइए നമ്മൾ മുറ്റം അല്ലേ, അതാണ് ആംഗൻ എന്ന് പറഞ്ഞാല്. ആങ്ക് का मतलब ഏതാ, ആങ്ക് ആങ്ക് അല്ലേ, ഐസ് അല്ലേ, കണ്ണുകൾ, കണ്ണ് എന്നുള്ള അർത്ഥമാണ് ആങ്ക്. ഇത് ആങ്കൻ അല്ലേ, ആങ്കൻ ഗണിത് പോലുള്ള കാര്യമാണ് ആങ്കൻ. ആങ്കൻ തന്നെ കോട്ടിയാട് മുറ്റം. देखिए ये सांझ उषा का आंगन में, ये ഇത് सांझ उषा का आंगन में, सांझ ഈവനിങ്, ഉഷ മോർണിംഗ് പ്രഭാതം അല്ലേ, അതിൻ്റെതായിട്ടുള്ള ആംഗൻ മേ കൂട്ടിയാട് മുറ്റത്ത് എന്ത് ചെയ്യുന്നു, ആലിംഗൻ വിരഹ് മിലൻക, ആലിംഗൻ ആലിംഗൻ ആശ്ലേഷിക്കുക അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആലിംഗൻ വിരഹ് മിലൻക, വിരഹ് പേര് വേദന ദുഃഖമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. മിലൻക മിലൻ, മിലൻ എന്ന് പറഞ്ഞാൽ യൂണിയൻ, മിലൻ യൂണിയൻ, മിലൻക മാത്രമേ യൂണിയൻ, കൂടിച്ചേരുക എന്നല്ല, അതാണ് ഉത്തരം. ആലിംഗൻ വിരഹ് മിലൻക, വിരഹ് മിലൻക ദുഃഖത്തിൻ്റെയും അതുപോലെ തന്നെ എന്താണ് കൂടിച്ചേരലിൻ്റെയും എന്താണ് ആലിംഗൻ അല്ലെ, ആശ്ലേഷിക്കുക, കെട്ടിപ്പുണരുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ചിർ ആസു അശ്രുമയാനൻ, ചിര് ആസു അശ്രുമയാനൻ അല്ലെ, ആസു അശ്രുമയാനൻ, ചിര് ആസു ആസ്ക മതില് ചിരിക്കുക എന്നല്ലേ, ലാഫ്. ആസു അശ്രുമയാനൻ, അശ്രുമയ ടീർസ് അല്ലെ, കണ്ണുനീരാണ് ഉദ്ദേശിക്കുന്നത്. അശ്രുമയ ആനൻ, അശ്രുമയ ആനൻ, ആനൻ का मतलब क्या था, आनन आनन फेस ले, आनन का दूसरा हिंदी शब्द चेहरा, मुख ले, चेहरा मुख आनन, फेस ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, चेहरा मुख आनन. चिर आसु अश्रुमय आनन, चिर आसु अश्रुमय आनन, अपने आंगन के अश्रुमय अश्रुमय अपने चेहरे के फैल होता है ले, चिर आसु अश्रुमय आनन ते इस मानव जीवन का, मानव जीवन का, मानव जीवन में सुख और दुख के अश्रुमय, अश्रु बहाता है അല്ലേ, സുഖവും ദുഃഖവും കാരണം എന്ത് ചെയ്യുന്നു, ആളുകൾ എന്ത് ചെയ്യുന്നു, കണ്ണുനീര് പൊഴിക്കുന്നു എന്നാണ് പറയുന്നത്. इस मानव जीवन का, इस मनुष्य जीवन का, हमारा जीवन में सुख और दुख सम्मिश्र हो जाता है. सभी समय सुख नहीं है, सभी समय दुख नहीं है. कभी बताता है अविरत सुख उत्पीड़न, अविरत दुख भी उत्पीड़न समझता है अല്ലേ, हमारा जीवन में बदलते रहा है, എന്ത് ചെയ്യണം, മാറിക്കൊണ്ടേയിരിക്കണം അല്ലേ. इसके एक उदाहरण के रूप में बताता है ഗേൽമിജൗനി അല്ലേ, അതിനാണ് എന്ത് പറഞ്ഞത്, ഒരു ഗേൽമിജൗനി അഡക്ഷി എന്നാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് അല്ലേ. परस्पर देखिए ये सांझ उषा का आंगन में, ये सांझ उषा का आंगन में, सांझ ഈവനിങ് അല്ലേ, सांझ उषा का आंगन में പ്രഭാതത്തിൻ്റെയും അതുപോലെ എന്താണ് പ്രദോഷത്തിൻ്റെയും അല്ലേ, ഈവനിങ്ങിൻ്റെയും എന്താണ് ആംഗൻ മേ കൂട്ടിയാടിൽ എന്ത് ചെയ്യുന്നു, ആലിംഗൻ വിരഹ് മിലൻ സെ, ഇസ് ദുനിയാ മേ ആലിംഗൻ വിരഹ് മിലൻ സെ, ദുഃഖത്താലും വേദനയാലും കൂടിച്ചേരലിനാലും ഒക്കെ എന്ത് ചെയ്യുന്നു, വിരഹ് ദുഃഖത്താലും അതുപോലെ തന്നെ കൂടിച്ചേരലിനാൽ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ആശ്ലേഷിക്കുന്നു അല്ലേ, പരസ്പരം എന്ത് ചെയ്യുന്നു, കെട്ടിപ്പുണരുന്നു. ചിര ആസു അശ്രുമയാനൻ, ചിര हमारा जीवन में ചിര ആസു അശ്രുമയാനൻ, ചിര ആസു അശ്രുമയ ആനൻ होता है അല്ലേ, ജീവിതത്തിൽ അശ്രുമയ ആനൻ, അശ്രു അശ്രു का मतलब അശ്രു കണ്ണുനീര്, ടേസ് ഉദ്ദേശിക്കുന്നുണ്ട് കണ്ണുനീര്. ആസ് ചിരി അല്ലേ, ആ ചിരിയുടെ എന്താണ് ചിരവരിതമായിട്ടുള്ള എപ്പോഴും ഉള്ളതായിട്ടുള്ള എന്താണ് ആ ചിരിയും അതുപോലെ എന്ത് ചെയ്യുന്നു, അശ്രുമയ ആനൻ
അല്ലെ ആശ്രുമായ ആ കണ്ണുനീര് ആ പൊയ്ക്കൽ എന്ത് ചെയ്യുന്നു ഇസ് മാനവ ജീവൻ മാനവ ജീവൻ ഇसी प्रकार होता है മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളതാണ് എന്നാണ് നമ്മുടെ കവി പറയുന്നത് അല്ലെ കവി കൊനെ बताइए यस सुमित्रानंद पंत है सुमित्रानंद पंत इसके रूप में बताता है ओके पन्ने संख्या 26 देखो साइड क्वेश्चन कണ്ടില്ലേ ഒരു ബോക്സിൽ അത് നോക്ക് सुख दुख की गेल मिचौनी गोले जीवन अपना मुझे इन पंक्तियों का आशय क्या है സുഖ ദുഃഖിക്ക് ഗേൽ മിചൗനി ഹെ സുഖ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ് ഗേൽ മിചൗനി ഐഡൻറ്റി അല്ലേ ഒരു കണ്ണുപൊത്തി കളിയാണ് അല്ലേ ഗോലോ ജീവൻ അപ്പനാ മുഖം നമ്മുടെ ജീവിതത്തിലെ മുഖം എന്ത് ചെയ്യൂ ഓപ്പൺ ചെയ്യൂ എന്നാണ് പറയുന്നത് ഇൻ പങ്ക്തിയൊക്കെ ആശയിക്കാ ഹെ ഈ വരികളുടെ എന്താണ് ആശയിക്കാ ഹെ ആശയം എന്താണെന്നാണ് ചോദിക്കുന്നത് ഈ വരികളുടെ ആശയം എന്താണ് ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഖ ദുഃഖിക്ക് ഗേൽ മിചൗനി ഹെ അല്ലേ आग मिचौनी ले सुख दुख आग मिचौनी कണ്ണുപൊത്തി കളി गेल मिचौनी ले आग मिचौनी के समय किसी प्रकार होता है जिस प्रकार कभी एक चिपता है तो कभी दूसरा ले ഒരു സമയം എന്ത് ചെയ്യുന്നു ഒരാൾ കണ്ണുപൊത്തി കളിക്കും മറ്റേ സമയം എന്ത് ചെയ്യുന്നു മറ്റേ കണ്ണ് തുറക്കും മറിച്ചും തിരിച്ചും അല്ലേ ഞാൻ പറഞ്ഞില്ലേ കണ്ണുപൊത്തി കളി അതുപോലെയാണല്ലേ ഉദ്ദേശിക്കുന്നത് അതാണ് അതിന്റെ ആശയം വരുന്ന ഉദ്ദേശിക്കുന്നത് കേട്ടോ ആശയം എന്ത് ചെയ്യുക ഒന്ന് വിശദീകരിച്ച് എഴുതാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് फिर गन में ओजल व शशि फिर शशि से ओजल व गन यहाँ गन और शशि की किन किन की प्रतीक है ओके फिर गन में ओजल है शशि फिर गन में ओजल है शशि गन का मतलब क्या था गन पहला क्लास में बताया गन बताइए गन यस क्लाउड ओजल वो शशि शशि का मतलब मून अല്ലേ गन में ओजल वो शशि लेकिन ക്ലൗഡിൽ എന്ത് ചെയ്യുന്നു ശശി അല്ലേ മൂൺ എന്ത് ചെയ്യുന്നു മറഞ്ഞു പോകുന്നു ഫിർ ശശി സെ ഓജൽ ഹെ ഗൻ അല്ലേ പിന്നെ എന്ത് ചെയ്യുന്നു തിരിച്ചും മറഞ്ഞു പോകുന്നു അല്ലേ ഗൻ ഔർ ശശി കിൻ കിൻ കെ പ്രതീക ഇവിടെ അല്ലേ ഈ കവിതയിൽ ഗൻ ഔർ ശശി ക്ലൗഡും അതുപോലെ മൂൺ എന്ത് ചെയ്യുന്നു കിസ്ക പ്രതീക എന്തിന്റെ ഇമേജ് ആയിട്ടാണ് കാണുന്നത് പ്രതീകമായിട്ടാണ് കാണുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ എന്തിനാണ് ഇവിടെ എന്താണ് ഗൻ ഗൻ എന്ന് പറഞ്ഞാൽ എന്താണ് കാർമേഘം ഇങ്ങനെ മൂടുക അതന്നെ എന്തായിരിക്കും യഹാം ഗൻ കിസ്കെ പ്രതീക होते हैं दुख का प्रतीक होता है गन ले ओजल सॉरी ओजल ले सॉरी शशि ले गन गन दुख का प्रतीक है फिर शशि शशि इसका प्रतीक है सुख का प्रतीक है चंद्രൻ മൂൺ അല്ലേ മൂണ് അങ്ങോട്ട് ഉദിച്ചു വരുന്ന സമയം എന്താണ് മറ്റേ പ്രകാശപൂരിതമായിരിക്കും അല്ലേ പ്രകാശപൂരിതമായിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ എന്ത് ചെയ്യുന്നു शशि എന്താണ് शशि सुख का प्रतीक है गन किसका प्रतीक है दुख का प्रतीक है ओके ये ആൻസറുകളൊക്കെ നോട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ ओके नेक्स्ट क्वेश्चन पेज नंबर 27 देखिए अविरत सुख भी उत्पीड़न क्या आप इससे सहमत है क्यों अविरत सुख भी उत्पीड़न अविरत का मतलब कंटिन्यूस അല്ലേ അവിരത് സുഖ भी उत्पीड़न കണ്ടിന്യൂസ് ആയിട്ടുള്ള സുഖവും എന്താണ് ഉത്പീഡനമാകുന്നു कि आप इससे सहमत है നിങ്ങൾ അതിനോട് എന്താണ് സഹമത്ത് ഹെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ക്യോ എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടാ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്തിനാണ് അവിരത് സുഖ भी उत्पीड़न അല്ലെ അവിരത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സുഖം എന്താണ് ഒരു ഉത്പീഡൻ അല്ലെ ഒരു വ്യാകുലമാണ് അല്ലെ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലേ യോജിക്കുന്നുണ്ടോ आपको सहमत है बताइए सहमत है मैं सहमत हूँ अല്ലേ उसका अर्थ मैं सहमत हूँ ഞാൻ യോജിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അല്ലേ സുഖ और दुख हमारा जीवन में आना चाहिए അല്ലേ സുഖവും ദുഃഖവും എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് आना चाहिए അല്ലേ വരണം എന്നുള്ള രീതിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാവുകയുള്ളൂ അല്ലേ सुख और दुख सभी के जीवन में आना चाहिए सुख और दुख सभी के जीवन में आना चाहिए സുഖവും ദുഃഖവും എന്താണ് सभी के जीवन में എല്ലാവരുടെയും ജീവിതത്തിൽ എന്ത് ചെയ്യണം आना चाहिए വരണം അല്ലേ എന്നാലാണ് ജീവിതത്തിനൊരു അർത്ഥമുള്ളൂ അല്ലേ ഒരാൾക്ക് എന്നും സുഖമാണെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നമുക്ക് അറിയാൻ പറ്റൂല അല്ലേ അതേസമയം നമുക്ക് സുഖവും ദുഃഖവും സമ്മിശ്രമാകുമെന്നാണ് നമ്മൾക്ക് തന്നെ ഭയങ്കര ആവേശമാണ് അല്ലേ ഓക്കെ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് എന്താണ് നല്ല ഹാപ്പിയുള്ള ദിവസം ഉണ്ടാവും ഭയങ്കര സാഡുള്ള ദിവസങ്ങളും ഉണ്ടാവും അല്ലേ എന്നും സാഡാണെങ്കിൽ എന്താണ് അത് ബുദ്ധിമുട്ടാണല്ലേ അതേസമയം എന്നും ഹാപ്പി ആണെങ്കിൽ എന്താണ് അതും പ്രയാസമാണ് അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് രണ്ടും നമ്മുടെ ജീവിതത്തിൽ എന്താണ് സമ്മിശ്രമായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് സംശയം
ഓക്കെ നെക്സ്റ്റ് വേഗം നോക്ക്. അപ്പൊ ഈ വർക്കുകളൊക്കെ നോട്ടിലേക്ക് എഴുതട്ടാ. नेक्स्ट वर्क पेज नंबर 28 कवि से शब्द युग्मों का चयन करके लिए कविता से शब्द युग्मों का चयन करके लिए कविता से कविത നിന്നെന്തെയ്യുന്നു शब्द युग्मों का शब्द युग्मങ്ങൾ എന്തെയ്യുന്നു ചയൻ करके लिए അതിനെ കളക്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത് അല്ലേ. യുഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം എക്സാമ്പിൾ അറിയാം അല്ലേ. സുഖ് ദുഃഖ് സുഖ് ദുഃഖ് രണ്ടും ഒരുപോലെ വരുന്ന വാക്കുകളാണല്ലേ സുഖ് ദുഃഖ്. അതുപോലെ കവിതയിൽ കുറേ വരുന്ന വേർഡുകളുണ്ട് അല്ലേ. ഒരു 4-5 വേർഡുകൾ വരുന്നുണ്ട് അല്ലേ. അത് നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടെത്തുക അല്ലേ. ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ടല്ലേ സുഖ് ദുഃഖ്. വേണമെങ്കിൽ എന്താണ് വേണമെങ്കിൽ ഞാൻ വേണം കൂടെ പറഞ്ഞുതരാം. നിശാ ദിവ അല്ലേ. നിശാ ദിവ ഡേ നൈറ്റ് അല്ലേ. നിശാ ദിവ നിശ നൈറ്റ് ദിവ ഡേ അല്ലേ പകല് എന്നുള്ള അർത്ഥമാണ് അല്ലേ. അതുപോലുള്ള എന്താണ് ഇനിയും ഒരു 3-4 വേർഡുകളും കൂടെ എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടെത്തുക. 3-4 കവിതയിലുണ്ടാവും. അതാണ് യുഗ്മ ശബ്ദങ്ങളില്ല ഉച്ചാരണത്തിലൊക്കെ ഒരുപോലെയൊക്കെ വരുന്നതിൽ എന്നാൽ എന്താണ് മീനിങ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് യുഗ്മങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പോൾ സുഖ് ദുഃഖ് സുഖം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന് പറഞ്ഞാൽ മീനിങ് വന്നാൽ അല്ല അല്ലേ. രണ്ടും ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് അല്ലേ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് സുഖ് സുഖം ദുഃഖ് ദുഃഖം അല്ലേ. ആ ഒരു രീതി സംശയം. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ വർക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഒരു കാര്യം പറഞ്ഞാൽ വർക്കുകൾ വളരെ കുറവാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഈ വർക്കുകൾ ചെയ്യുക എല്ലാവരും ചെയ്തിട്ട് എന്ത് ചെയ്യുക സെൻഡ് ചെയ്യുക. ഇതിന് പുറമെ ഈ പാഠഭാഗത്ത് നിന്ന് കുറച്ച് വർക്കുകളും കൂടെ എന്ത് ചെയ്യും ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അത് നിങ്ങളെ നോട്ടിലേക്ക് എഴുതിയിട്ട് അതും കൂടെ എന്ത് വേണം നിങ്ങൾ സെൻഡ് ചെയ്ത് തരണം. ഈ സ്കൂൾ എന്നാ തുടങ്ങുന്ന അന്ന് നിങ്ങളെ നോട്ട് തുടക്ക ദിവസം തന്നെ എന്താണെന്നുണ്ടെങ്കിൽ അന്ന് നോട്ട് സബ്മിറ്റ് ചെയ്ത് ഇതുവരെയുള്ള എല്ലാ നോട്ടുകളും അതിന് വേണ്ടി വരും. ഇനി നിങ്ങൾക്ക് ടൈം കിട്ടിയിട്ടില്ല ആൻസർ കിട്ടിയിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളുടെ മുന്നിൽ കുറേ ടൈമുണ്ട്. ഡെയിലി ഒരു സബ്ജക്റ്റുള്ളൂ വരുന്നത് അല്ലേ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനും ഇഷ്ടംപോലെ സമയമുണ്ട് സെൻഡ് ചെയ്യാനും സമയമുണ്ട്. അതിൻ്റെ പുറമെ എന്ത് ചെയ്യണം എന്നാണ് സ്കൂൾ തുടങ്ങുന്നത് ആ ദിവസം എന്ത് ചെയ്യുക നോട്ടുകൾ സബ്മിറ്റ് ചെയ്യും. ഓക്കെ നെക്സ്റ്റ് വർക്ക് നോക്ക്. वर्ग पहेली की पूर्ति करें. वर्ग पहेली की पूर्ति करें. वर्ग पहेली का मतलब क्या था देखो वर्ग पहेली क्या है पसिल्स അല്ലേ. ഓക്കെ നമ്മൾ പദപ്രശ്നങ്ങൾ എന്നൊക്കെ പറയും. നിങ്ങൾ ഈ ചിത്രകഥാ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ബാലരമ ബാലമംഗളം അതുപോലെ ചിത്രകഥകളൊക്കെ വായിക്കുമ്പോൾ അതിലൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറുകളിലൊക്കെ വരാറുണ്ട് സൺഡേയിലൊക്കെ വരുന്നതിൽ പസിൽസ് അല്ലേ. അതാണ് ഉദ്ദേശിക്കുന്നത് വർഗ് പഹേലി അല്ലേ. വർഗ് പഹേലി പൂർത്തീകരൻ വർഗ് പഹേലി. പഹേലി എന്ന് പറഞ്ഞാൽ മാത്രം എന്താണ് പഹേലി പഹേലി എന്ന കടങ്കഥ എന്നുള്ള അർത്ഥമുണ്ട് കടങ്കഥ. ഇത് വർഗ് പഹേലി പദപ്രശ്നം പസിൽസ്. ദായി ഓർ നീച്ചേക്ക് ഓർ രണ്ട് ആരോ കണ്ടില്ല ഞങ്ങൾ. ദായി ഓർ എന്ന് പറഞ്ഞാൽ എന്താണ് റൈറ്റ് സൈഡ് അല്ലേ. നീച്ചേക്ക് ഓർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡൗൺ അല്ലേ താഴോട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഊപ്പർക്കി ഓർ എന്ന് പറഞ്ഞാൽ എന്താണ് മുകളിലോട്ട് അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത്. ദായി ഓർ എക്സാമ്പിൾ ഞാൻ ഒന്ന് പറയുന്നുണ്ട്. ദായി ഓർ ओके फर्स्ट मुख का सामान्य शब्द मुख का सामान्य मुख എന്നുള്ളതിന്റെ എന്താണ് സെയിം അർത്ഥം വരുന്ന വേർഡ് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. മുഖ് എന്നതിന്റെ സെയിം അർത്ഥം വരുന്ന വേർഡ് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്. മുഖിക്ക സാമാന്യത്തെ ഒന്നാമത്തതാണ് ചോദിക്കുന്നില്ല ഫസ്റ്റതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് റൈറ്റ് സൈഡിലോട്ടാണ് അല്ലേ. ആ കോളത്തിലേക്ക് നോക്ക് ആ കള്ളിയിലോട്ട് നോക്ക് റൈറ്റ് സൈഡ്. അപ്പോൾ എത്ര അക്ഷരം കാണും അതിന് 3 ബ്ലാങ്ക് 3 അക്ഷരങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് മുഖിക്ക സാമാന്യത്വ ശബ്ദം നമ്മൾ ലാസ്റ്റ് ലൈനിൽ പറഞ്ഞു അല്ലേ. ലാസ്റ്റ് ലൈനിൽ പറഞ്ഞില്ല കവിതയുടെ ലാസ്റ്റ് പറഞ്ഞു ഓക്കെ അല്ലേ. ചിർ അസുമൈ ആനൻ ആനൻ का मतलब क्या था ആനൻ ഫേസ് അല്ലേ. ആനൻ മുഖിക്ക സാമാന്യത്വ ശബ്ദം ആനൻ എന്നാണ് കേട്ടോ ആനൻ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ആ 1 നമ്പർ ഇട്ട് കൊടുത്ത് ഇത് ആ അല്ലേ ആനൻ. ഓക്കെ ഇനി നീച്ചേക്ക് ഓർ ഡൗൺ താഴോട്ടാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. നീച്ചേക്ക് ഓർ താഴോട്ടുള്ള ഉദ്ദേശിക്കുന്നത് നോക്ക്. സഫലത പാने के लिए इसकी जरूरत है. സഫലത पाने के लिए സഫലത അല്ലേ. സഫലത എന്താണ് അല്ലേ ജീത്ത് വിജയം അല്ലേ. വിജയം എന്ത് ചെയ്യുന്നു പാനെ के लिए സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് इसकी जरूरत है ഇത് അത്യാവശ്യമാണ് അല്ലേ. സഫലത പാനെ के लिए इसकी जरूरत है. സഫലത പാനെ के लिए വിജയം എന്താണ് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് इसकी जरूरत है ഇത് അത്യാവശ്യമാണ്. ഏതാണ് നമുക്ക് വിജയം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കലാമെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ എന്താണ് ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് എന്ത് വേണം നമ്മുടെ മെഹനത്ത്
അല്ലേ മെഹനത്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ ഉയരങ്ങളിൽ എത്താൻ പറ്റുകയുള്ളൂ അല്ലേ മെഹനത്ത് അതാണ് ഉദ്ദേശിക്കുന്നത് ഹാർഡ് വർക്ക് അല്ലേ നമ്മൾ ഉയരങ്ങളിൽ എത്താൻ എന്താണ് മെഹനത്ത് അതാണ് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഓക്കെ ടു മെഹനത്ത് അല്ലേ 4 അക്ഷരം അല്ലേ 4 അക്ഷരം അല്ലേ 4 അക്ഷരങ്ങളാണ് മെഹനത്ത് ഇതുപോലെ എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള വർക്കുകളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ എഴുതുക ഇതുപോലെ ഗോളം വരച്ചിട്ട് തന്നെ ചെയ്യണം കള്ളി വരച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ അതുപോലെ എന്താണ് അതിൽ വേറൊരു കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു ബ്രൗൺ കളർ പോലെ കൊടുത്തിട്ടുണ്ട് മഞ്ഞ കളർ പോലെ കൊടുത്തിട്ടുണ്ട് അതിനെന്ത് ചെയ്യണം അത് അതുപോലെ പെൻസിൽ എഴുതി ഷെയ്ഡ് ചെയ്യുക എന്നിട്ട് അതുപോലെ എന്തെങ്കിലും കറക്റ്റ് വരച്ചിട്ട് അല്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ അതിൻ്റെ ആൻസർ മാത്രം കണ്ടാൽ പോലെ നിങ്ങൾ നോട്ടിൽ വെറുതെ പകർത്തി ചെയ്താൽ പോലെ കറക്റ്റായിട്ട് കള്ളി വരച്ചിട്ട് ചെയ്തിട്ട് ഇതും കൂടെ സെറ്റ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് പേജേക്കുവാ सुख दुख कविता का आशय लिखे सुख दुख कविता का आशय लिखे സുഖ ദുഃഖ കവിതയുടെ എന്ത് ചെയ്യുക ആശയം എഴുതാൻ അതിൻ്റെ സമ്മറി എഴുതാൻ അല്ലേ ഇത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഇതിൻ്റെ ഒരു PDF അല്ലെങ്കിൽ നോട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരും അത് എന്ത് ചെയ്യും നിങ്ങൾ നോട്ടിലേക്ക് പകർത്തുക ഓക്കെ ആ രീതിയിൽ ചെയ്യുക കേട്ടോ സുഖ ദുഃഖ കവിതാക്ക ആശയം ലിഖെ ആ കവിതയുടെ ആശയം എഴുതിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന രീതിയാണ് ചെയ്യേണ്ടത് കവി പരിചയ ദിയാ ഹെ നിങ്ങൾ കവി പരിചയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വിഷയ വസ്തു का उल्लेख है വിഷയ വസ്തുവിനെ കുറിച്ചുള്ള ആലേഖനം വേണം അപ്പന ദൃഷ്ടികോൺ ലിഖാ ഹെ നിങ്ങളുടെ കാഴ്ചപ്പാടും കൂടെ അതിൽ വേണം അതാണ് ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം അതിൽ ഉൾപ്പെടുത്താനാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഇതെന്ത് ചെയ്യണം നിങ്ങൾ സ്വയം ചെയ്യേണ്ട നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും അതിൻ്റെ നോട്ട് സെൻഡ് ചെയ്ത് തരും അതിനനുസരിച്ച് ചെയ്യും നെക്സ്റ്റ് നോക്കിയാൽ നമ്മുടെ കവി कोने सुमित्रानंदन पंत अല്ലേ कविता का नाम क्या था सुख दुख ओके सुमित्रानंद पंत का जन्म कुमेयूं के कौसानी ग्राम में 20 मई 1900 मई को हुआ 7 वर्ष की आयु में अपना सर्वप्रथम छंद रचना की 1921 में महात्मा गांधी की प्रेरणा से पढ़ाई छोड़ दी अपने प्रगतिशील विचारों को पत्रिका रूपा में निकली है 1942 को लोकायन नामक सांस्कृतिक पीढ़ी की योजना बनाई 1950 में आकाशवाणी से संबंध हुए 28 दिसंबर 1977 को आपकी मृत्यु हुई कला और बूढ़ा चांद पर साहित्य अकादमी पुरस्कार लोकायतन पर सोवियत नेहरू पुरस्कार और चिदंबरा पर ज्ञानपीठ पुरस्कार से आप सम्मानित हुए सुमित्रानंदन पंत का जन्म അല്ലേ അദ്ദേഹത്തിന്റെ ബർത്ത് ജനനം കുമയൂൺ കെ കൗസാനി ഗ്രാമ കുമയൂണിലെ കൗസാനി ഗ്രാമത്തിലെ 20 മെയ് 20 1900 അദ്ദേഹം ജനിച്ചത് അല്ലേ 7 वर्ष की आयु में अല്ലേ 7 वर्ष की आयु में अല്ലേ 7 ഏജിൽ 7 वर्ष की आयु में अपने सर्वप्रथम ചന്ദ് രചനാക്കി അദ്ദേഹത്തിന്റെ സർവപ്രഥം ഏറ്റവും ഫസ്റ്റിൽ എന്താണ് ചന്ദ് രചനാക്കി അല്ലേ ചന്ദ് രചനാക്കി ചന്ദ് ഉദ്ദേശം അവിടെ കവിതയിൽ എന്താണ് ചന്ദ് അലങ്കാരങ്ങളൊക്കെ അല്ലേ അതുപോലുള്ള ഒരു രചന അത് എഴുതി അല്ലേ 1921 1921 എന്ത് ചെയ്തു മഹാത്മാഗാന്ധിക്ക് പ്രേരണാസെ പടായി ചോടി അല്ലേ ഗാന്ധിജിയുടെ എന്താണ് മഹാത്മാഗാന്ധിയുടെ പ്രേരണ മുഖേന അദ്ദേഹം എന്ത് ചെയ്തു പടായി ചോടി അല്ലേ അദ്ദേഹം പഠിത്തം എന്ത് ചെയ്തു ചോടിനെ ഉപേക്ഷിച്ചു അല്ലെ പഠനം നിർത്തി आपने प्रगतिशील विचारों को पत्रिका रूपा में निकली थी अपने प्रगतिशील विचारों का അദ്ദേഹം പുരോഗമന ചിന്തയോട് കൂടെ എന്ത് ചെയ്യുന്നു പത്രിക അല്ലെ പത്രികയായിട്ടുള്ള എന്താണ് രൂപാബ് നിക്കലീതി രൂപാബ് എന്നുള്ള ഒരു പത്രിക അല്ലെ മാസിക മാഗസിൻ അല്ലെ മാഗസിൻ എന്ത് ചെയ്തു അദ്ദേഹം പുറപ്പെടുവിച്ചു 1942 ലോകായതൻ നാമക സാംസ്കൃതിക പീഠിക യോജന बनाई ലോകായതൻ എന്ന പേരുള്ള എന്താണ് ലോകായതൻ നാമക സാംസ്കൃതിക പീഠ ഒരു സാംസ്കാരിക പീഠത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം യോജന बनाई അദ്ദേഹത്തിന്റെ പദ്ധതികളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചു 1950 എന്ത് ചെയ്തു ആകാശവാണിയെ സംബന്ധിച്ചു ആകാശവാണിയിൽ എന്ത് ചെയ്തു അദ്ദേഹം സംബന്ധിച്ചു 18 ഡിസംബർ 1977 28 ഡിസംബർ 1977 എന്ത് ചെയ്തു आपकी मृत्यु हुई അദ്ദേഹത്തിന്റെ നിധൻ हो गई അല്ലെ അദ്ദേഹം മരിച്ചു कला और बूढ़ा चांद पर
സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ ലോകായതൻ എന്നുള്ളതിൽ എന്ത് ചെയ്യുന്നു, സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരവും ലഭിച്ചു. और ചിദംബരയിൽ എന്ത് ചെയ്തു, ജ്ഞാനപീഠ പുരസ്കാർക്ക് ആപ്കോ സമാൻ ജ്ഞാനപീഠ പുരസ്കാരവും ചിദംബര എന്നുള്ള രചനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം വളരെ അധികം കഴിവുള്ളൊരു കവിയും കൂടെ ആയിരുന്നു സുമിത്രാനന്ദ് പന്ത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ആ പാഠം കഴിഞ്ഞിട്ട് ആ കവിത കഴിഞ്ഞു. ആ കവിതയെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു നോക്കുക, അതിലെ വർക്കുകളൊക്കെ ചെയ്യുക. കുറേ വർക്കുകളൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരും. മീനിങ്ങൾ അറിയാത്ത എഴുതുക, അറിയാത്തുണ്ടെങ്കിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്ത് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. എക്സാമിന് മാത്രമേ നിങ്ങൾക്ക് ഡൗട്ടുള്ളൂ, അല്ലാത്തൊരു സമയം ഒരു ഡൗട്ടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, ധന്യവാദം.